ശ്രീകൃഷ്ണലീലാമൃതം. ജോസ്കോ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു ശ്രീകൃഷ്ണലീല. സമർപ്പിക്കുന്നത് ജോസ്കോ ജ്വല്ലേഴ്സ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കൊച്ചി, തൃശൂർ, പാലക്കാട് ആൻഡ് ബാംഗ്ലൂർ. സമുദ്ര ഹെയർ ഓയിൽ, താരനും മുടികൊഴിച്ചിലുമില്ല, അകാല നരയ്ക്ക് ആയുർവേദ പരിചരണം. ബട്ടർഫ്ലൈ എമറാൾഡ് വാല്യൂ മിക്സഡ് ഗ്രൈൻഡർ, ഗുഡ് ഫോർ എ ലൈഫ് ടൈം. മാതൃഭൂമി വരിക്കാരാകൂ, സമ്മാന വർഷത്തിൽ പങ്കെടുക്കൂ. സൗഭാഗ്യമിനി നിങ്ങളുടെ വീട്ടിലും. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. മാളു, നീ എന്തായി പറയുന്നത്? ആലോചിച്ചു നോക്കും അയച്ചി, എന്തൊക്കെ ചെയ്താലും ഞാൻ രക്ഷപ്പെടുന്ന എന്താ ഒരു ഉറപ്പ്? ഇത്രയും വലിയൊരു തുക കെട്ടിവെച്ച് ഈ ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ വേണ്ട. ഞാൻ മരിച്ചുപോയാൽ ആ ദുഃഖം മാത്രമേ കാണൂ. അതിന്റെ കൂട്ടത്തിൽ ഒരു വലിയ ബാധ്യത കൂടിയായാൽ നിങ്ങൾക്കതൊന്നും താങ്ങാൻ പറ്റില്ല. മോളെ, നീ എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? മോളുടെ അസുഖം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭേദമാവുന്ന ഡോക്ടർ പറഞ്ഞത്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. ഇതിന് വേണ്ടുന്ന പണം അച്ഛന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. ഓടി നടന്ന് കണ്ണി കണ്ടവരോടൊക്കെ കടം വാങ്ങിച്ച് ഞാൻ രക്ഷപ്പെട്ടാൽ തന്നെ ആ കടം എങ്ങനെ വീട്ടും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിനി ഒരു ജീവിതമൊന്നും ഉണ്ടാവില്ല. ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും അച്ഛന്റെ മായച്ചിടക്ക് മുമ്പിൽ ജീവനുള്ളൊരു ദുശ്ശകുനം പോലെ കഴിയാനല്ലേ പറ്റൂ. അതിനുവേണ്ടി എന്തിനാ? വേണ്ട മായച്ചി, വേണ്ട, ഞാൻ സമ്മതിക്കില്ല. മാളു, മതി, നിർത്ത്. എന്റെ മോൾക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. മോളുടെ ജീവന് പകരം വെക്കാൻ ഈ ലോകത്ത് അച്ഛന് വേറൊന്നുമില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ഒട്ടും അധികാവില്ല. കാശൊക്കെ അച്ഛൻ സംഘടിപ്പിച്ചോളാം. അസുഖം മാറി നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടാനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട് അച്ഛൻ. ഇനി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒട്ടും ടെൻഷൻ ഉണ്ടാവരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഭേദാവുന്ന മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. വേറെ ഒന്നും ഇപ്പം ആലോചിക്കണ്ട, മനസ്സിലായില്ലേ? മോളെ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. എവിടെ പോയിട്ട് വരുന്നു? മകൾ ആശുപത്രിയിലാ, അവിടെ നിന്ന് വരണേ. നിങ്ങളെ തിരക്കി പോകാൻ ഇനി സ്ഥലമില്ല. വീട്ടിൽ വന്നപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നു. ഇനി താനെങ്ങാനും നാട് വിട്ടു പോയി കാണുമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ആരോടും പറയാതെ ഒരു മുങ്ങല് പതിവാണല്ലോ ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കാൻ. എന്താ സാർ പ്രശ്നം? ന്യായമായ പ്രശ്നങ്ങളില്ലാതെ നിങ്ങളെയൊക്കെ അന്വേഷിച്ചെടുക്കാൻ എനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ? കാര്യമൊക്കെ വിശദമായിട്ട് പറയാം. വണ്ടി കയറി. കാര്യം എന്താണെന്ന് പറയാതെ ഞാൻ എന്തിനാ സാർ വണ്ടി കയറുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ? നാളെ എൻ്റെ മോളുടെ ഓപ്പറേഷനാ. അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുക ഞാൻ. ഈ പണം തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം. പണം ഉണ്ടായാൽ പ്രശ്നം, ഇല്ലെങ്കിൽ പ്രശ്നം, വാങ്ങിയിട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. പുരാണമൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. വന്ന് വണ്ടി കയറി. എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാതെ ഞാൻ വണ്ടി കയറില്ല. കാര്യം അറിയാതെ താൻ വണ്ടി കയറിയില്ല പിന്നെ ഞാനെന്ത് ചെയ്യും? കാര്യം പറയാതെ തന്നെ എടുത്ത് അകത്തേക്കിടും. വെറുതെ മാർക്ക് പണി ഉണ്ടാക്കാതെ വണ്ടി കയറോ, പിടിച്ച് കയറോ. ഇങ്ങോട്ട് വന്നേ. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. Delightful, demure, distinctive, divine, de royal, exquisite diamond jewelry that makes every moment special. De Royal, grace of beauty. Exclusively available at Joyalukas, world's favorite jeweler.
dirt, restore whites. Tide with magnetic power. Reliance Mobile, India's #1 network. Reliance Anil Dhirubhai Ambani Group. അമ്മേ, ഇത് ഫൈറ്റർ ജെറ്റ് F111 ലാൻഡ് ചെയ്യുമ്പോ ഇത് കുലുങ്ങുമായിരുന്നു. എക്സ്പെർട്സിന് പോലും അത് ശരിയാക്കാൻ പറ്റിയില്ല. പുതിയ പീഡിയാഷ്വർ കംപ്ലീറ്റ്, ശരിയായ സന്തുലിത പോഷണത്തിന്. എനിക്കാകണം ഫൈറ്റർ ജെറ്റ് പൈലറ്റ്. അതുകൊണ്ടാകും എല്ലാരെക്കാളും ടോളസ്റ്റ്, എല്ലാരെക്കാളും സ്ട്രോങ്സ്റ്റ്, എല്ലാരെക്കാളും ബ്രൈറ്റസ്റ്റ്. നിങ്ങളുടെ കുട്ടിയെ എല്ലാരെക്കാളും ടോളസ്റ്റ്, സ്ട്രോങ്സ്റ്റ്, ബ്രൈറ്റസ്റ്റ് ആക്കുന്നു. Pediasure Complete. അമ്മമാരെ, കൂട്ടുകാരെ, നിങ്ങൾ വളർത്തി വലുതാക്കിയ നിങ്ങളിൽ ഒരാളായ നിങ്ങളുടെ സ്വന്തം കുട്ടിച്ചാത്തനം സംഘം ഈ വാഹനത്തിന് മുകളിലായി ഇതാ കടന്നു വരുന്നു. കേരളത്തിലെ കുട്ടികളുടെ ഈ കളിക്കൂട്ടുകാരെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഹലോ കുട്ടിച്ചാത്തൻ, കൂട്ടുകാരുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിൽ മാത്രം തിങ്കൾ മുതൽ വെള്ളി വരെ ഇന്ത്യൻ സമയം രാത്രി കൃത്യം 7:30. കണ്ടംകുളത്തെ ബ്രഹ്മി റിച്ച് അവതരിപ്പിക്കുന്നു ഹലോ കുട്ടിച്ചാത്തൻ. സമർപ്പിക്കുന്നത് കണ്ടംകുളത്തെ ബ്രഹ്മി റിച്ച്. കുട്ടികൾ പഠിച്ചത് മറക്കാതിരിക്കാൻ റിച്ച് ബുദ്ധി റിച്ച്. 5 മുതൽ 50% വരെ ഡിസ്കൗണ്ടുമായി സീമാസിൽ കർക്കിടക കിഴിവ്. സ്റ്റാർച്ചിയോൺ ഫാബ്രിക് സ്റ്റാർച്ച് സ്പ്രേ. കാഡ്ബറി ജെംസ്, ഞങ്ങളുടെ കുസൃതിയുടെ പാർട്ട്ണർ. ലേബർ ഇന്ത്യയുടെ 1-2 ലക്കങ്ങൾ വാങ്ങൂ. സഞ്ചാരം ക്ലബിൽ സൗജന്യ അംഗത്വം നേടൂ. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. മകൾക്ക് എന്താണ് അസുഖം? മോൾക്ക് തലച്ചോറിനകത്തൊരു വളർച്ചയുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കിയില്ലെങ്കിൽ അധികം നാൾ ജീവിച്ചിരിക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ടെന്താ ഇതുവരെ ഓപ്പറേഷൻ ചെയ്യാതിരുന്നത്? വലിയൊരു തുക അവിടെ കെട്ടിവെക്കണം. കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുക ഞാൻ. നാളെങ്കിലും അത് നടന്നില്ലെങ്കിൽ എൻ്റെ മോള്. ലക്ഷക്കണക്കിന് രൂപ ആളുകളോട് കടം വാങ്ങി എന്തോ വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളല്ലേ താൻ? പിന്നെന്താണ് പണത്തിന് ഇത്ര വലിയ ക്ഷാമം? ഞാൻ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല. ഇല്ലേ? ദേ, എന്നോട് കള്ളം പറയരുത്. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? കടം വാങ്ങുന്നത് കുറ്റമൊന്നുമല്ലല്ലോ. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയും. അപ്പോ താൻ ആർക്കും 10 വയസ്സ് പോലും ഇവിടെ കൊടുക്കാനില്ല? ഇല്ല. ഉണ്ടെന്ന് തെളിയിച്ചാൽ എനിക്ക് നടപടിയെടുക്കാം, ഇല്ലേ? പിന്നെ മാറ്റി പറയരുത്. എനിക്ക് ദേഷ്യം കയറിയ അറിയാലോ. ഞാൻ പറഞ്ഞത് സത്യ. ആരോടും കടം വാങ്ങിച്ച് ജീവിക്കുന്നവനല്ല ശ്രീധര കൈമള്. ഡോ, അവനെയും കൊണ്ടുവാ. ഇയാളോട് ശ്രീധര കൈമള് വാങ്ങിയത് 1 കോടി രൂപയുടെ പുഴുങ്ങിയ നെല്ലാണ്. അല്ല, അത് പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഗോപാലൻ എന്നെ ഏൽപ്പിച്ചതാ. ഞാനൊരാളായിട്ട് നിന്ന് കൊടുത്താൽ മാത്രം മതിയെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാ. ആർക്കെങ്കിലും എവിടെന്നെങ്കിലും കുറച്ച് കാശ് കിട്ടിയാ അവരതും ചുമന്നുകൊണ്ട് തന്റെ കാൽക്കൽ വീഴാൻ താൻ ആര്? ഇവിടത്തെ നാട്ടുരാജാവോ? പണം വാങ്ങി പലിശ കൊടുക്കാൻ തനിക്കെന്താ ബ്ലേഡ് ഏജൻസി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടായ കാര്യ. സംശയം ഉണ്ടെങ്കിൽ ഗോപാലിനോട് തന്നെ ചോദിച്ചു നോക്ക്. ഒരുപാട് തവണ പറഞ്ഞു ഒഴിയാൻ നോക്കിയിട്ടും സമ്മതിക്കാതെ എന്റെ പുറകെ നടന്നിട്ടാ അവസാനം ഞാനിതിന് തയ്യാറായത്. ഇയാളീ പറഞ്ഞ സത്യമാണോ? എന്റെ കയ്യിൽ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടെന്നറിഞ്ഞ് എന്നെ അത്യാവശ്യമായിട്ട് വീട്ടിൽ വിളിച്ചു വരുത്തി വാങ്ങിച്ചതാ. പണം എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. കള്ളം പറയുന്നതാ.